കള്ള് കുടിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടോ? എങ്കിലും എനിക്ക് അയച്ചു കൊടുത്തിട്ടോ. ജീവിതത്തിൽ കിട്ടേണ്ട സ്നേഹം കിട്ടാണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന്മാര് മനുഷ്യനല്ലാതാവും. ഒരു മാതാപിതാക്കളും ഒരു മക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത് ട്ടോ. എൻ്റെ ഒരു കമ്പനിക്കാരനുണ്ട്. അത്യാവശ്യം നല്ല വെള്ളടിക്കാരനാണ്. നന്നായിട്ട് വെള്ളടിക്കും. റോഡിൽ ഒരു തുണിയില്ലാതെ വെള്ളടിച്ചിട്ട് കോലം കെട്ട് കിടക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞ്, എടാ അഫ്സലെ, എൻ്റെ കയ്യിൽ പൈസ എന്തെയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാടാ, വെള്ളം അടിക്കാനാണോ? ഒന്ന് വെള്ളം അടിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഓനിങ്ങനെ പെട്ടെന്ന് കണ്ണ് നിറച്ചിട്ട് എന്നോട് പറഞ്ഞ്, എടാ വെള്ളം അടിക്കാനല്ല, ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് ഓൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഭക്ഷണം കഴിച്ചില്ലേ? അത് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ? അത്യാവശ്യം നല്ല മുതൽ ജ്യേഷ്ഠന്മാരുടെ കയ്യിലുണ്ട്, വാപ്പാൻ്റെ കയ്യിൽ നല്ല മുതലുണ്ട്. ഒരിക്കലും വീട്ടിൽ പട്ടിണി ആവില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് ഈ കള്ളത്തരം പറയല്ല, വീട്ടിലെന്തായാലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എടാ വീട്ടിൽ ഭക്ഷണം ഉണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ കൈ ഭക്ഷണത്തിൽ കുത്തുന്ന സമയത്ത് എൻ്റെ ഉമ്മ പറയണേ, എടാ നാറി, എനക്ക് ഉളുപ്പില്ലേ? സ്വന്തം ജ്യേഷ്ഠന്മാർ അധ്വാനിച്ച് ചോര നീരാക്കി കൊണ്ടിരുന്നത് ഇങ്ങനെ ഞണ്ണിട്ട് പോവാൻ നാണല്ലട നാറി എന്നൊക്കെ ചോദിച്ച സമയത്ത്, സ്വന്തം ഉമ്മാൻ്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ട സമയത്ത് എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഈ എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം വാങ്ങിത്തരാം, അതിൻ്റെ മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞു. ബീച്ചിൽ പോയിരുന്നിട്ട് ഒരു ജ്യൂസും കുടിച്ചിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം അവനോട് ഞാൻ പറഞ്ഞു, എടാ നിനക്ക് വെള്ളടിയൊക്കെ നിർത്തിയിട്ട് സ്വന്തം ലൈഫിലൊക്കെ ഒന്ന് മടങ്ങിക്കൂടെ എന്ന്. എടാ ശരിക്കും വെള്ളടിയൊക്കെ നിർത്തണമെന്നുണ്ട്, പക്ഷേ എന്നോട് എൻ്റെ ഉമ്മയും ഇപ്പയും ഇന്നേ വരെ നല്ല രീതിയിൽ ഒരു സംസാരവും സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. ശരിക്കും ഈ കിട്ടേണ്ട സ്നേഹം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ കയ്യിൽ നിന്ന് ഇത്ര സ്നേഹം നമുക്ക് കിട്ടണം എന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാരുണ്ടാവില്ലേ? നമ്മളെ കസിനാവാം, ബ്രദറാവാം, നമ്മളെ ആരെങ്കിലുമൊക്കെ ആവാം. അങ്ങനത്തെ ആളെ കയ്യിൽ നമുക്ക് സ്നേഹം കിട്ടാണ്ടായി കഴിഞ്ഞാൽ മനുഷ്യനല്ലാതാവും. ഒരു പക്ഷെ അവൻ്റെ വാപ്പയും ഉമ്മയും അവനെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൻ കള്ളുടിച്ച് നടക്കൊന്നുമില്ല. അവനോട് ഞാൻ പറഞ്ഞു, തൽക്കാലം നീ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്ക്. ആള് വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന്, ഇത് കുറെ കൊല്ലങ്ങൾ മുമ്പേ നടന്ന കഥ കേട്ടോ. ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ സുഹൃത്തിനെ കണ്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു വിവരമില്ലല്ലോ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുന്നല്ലാതെ ഇനി മെസ്സേജ് അയക്കാറില്ല, ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാറില്ല, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞേ, എടാ ശരിക്കും നീ അന്ന് വാങ്ങി തന്ന ഭക്ഷണം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അത്രത്തോളം രുചിയേറിയ ഒരു ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടില്ല, സ്വന്തം വീട്ടിൽ നിന്ന് പോലും. ശരിക്കും ഞാൻ കള്ളുകൂടിയൊക്കെ നിർത്തി. ഇന്ന് എനിക്കൊരു ഷോപ്പുണ്ട്, കഫ്തീരിയാണ്, അത്യാവശ്യം വലിയ കഫ്തീരിയാണ്, 50 എംപ്ലോയീസ് ഉണ്ട്, 50 ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു മുതലാളിയാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ ഭയങ്കര ഉഷാറായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ്. ശരിക്കും അത്രയും കഴിവുള്ള ഒരാള് ഇത്രയും ലൈഫ് സ്വന്തമായിട്ട് സ്പോയിൽ ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ജീവിതത്തിൽ സ്നേഹത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ ജീവിതത്തിൽ ഒരു വ്യക്തി ഇല്ലാത്തത് കൊണ്ടാണ്. സ്വന്തം മാതാപിതാക്കൾ പോലും ഇത്രയും